അപ്പോൾ ഈ വീട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും? വീട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അസുഖം വന്ന് ഈ ഒരു കണ്ണെടുത്ത് ഒഴിവാക്കിയല്ലോ. ആർക്കും ഇതുപോലൊരു സ്ഥിതി വരാതിരിക്കട്ടെ ഞാനും എൻ്റെ അമ്മയും കുട്ടികളും പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഇൻഫെക്ഷൻ വന്ന് ഇതായി പ്രശ്നങ്ങളായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞ ഈ കണ്ണും പിന്നെ അതിൻ്റെ കടബാധ്യതയും ഹോസ്പിറ്റൽ ചെലവും കൂടി ആയിട്ട് ഞാൻ വിചാരിച്ചൊരു ഫണ്ടൊന്നും വന്നില്ല. ഇത്രയേറെ വർഷം പ്രവാസിയായിട്ട് ജീവിച്ചതാണ്, ആ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണ്. 2-3 ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ പോയാലും എടുത്ത് പെട്ടെന്ന് ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളെ പ്രാർത്ഥനയാണ് എനിക്ക് വലുത്. മലയാളികളായ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് സാധിക്കൂ. നമസ്കാരം, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്താണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിസ്മയ ന്യൂസിലേക്ക് മലപ്പുറത്ത് നിന്നൊരിക്കൽ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ നേരിട്ട് ഇവിടെ മലപ്പുറത്തെത്തി. ഇവിടെ എല്ലാ ആൾക്കാരുടെ അടുത്തും പരിസരവാസികളുടെ അടുത്തെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചു. വളരെയേറെ കാലം പ്രവാസിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നേരിട്ട് തന്നെ കാണാം. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കാം. ഞാൻ വീട് കുറച്ച് ലോൺ എടുത്തിരുന്നു, ബജറ്റിലാണുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഒരു അസുഖത്തിലാണുള്ളത്. ഈ ഒരു കണ്ണ് ഇൻഫെക്ഷൻ വന്ന് എടുത്ത് ഒഴിവാക്കി. അപ്പോൾ ഇതേമാതിരി ഈ കണ്ണ് ഇപ്പോൾ എടുത്ത് ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ എടുത്ത് ഒഴിവാക്കാൻ, തലച്ചോട്ടിക്ക് ഇൻഫെക്ഷൻ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ 3 കുട്ടികളും ഭാര്യ ഉള്ളത്. അപ്പോൾ ഞാൻ ഒരു സഹായം എന്നുള്ള രൂപത്തിൽ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു, നമ്മുടെ നാട്ടിലുള്ള ആളുകളും പുറത്തുള്ള ആളുകളും ന്യൂസുകാരൊക്കെ ഒന്ന് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 500 രൂപയുടെ കൂപ്പൺ കൊടുത്തുകൊണ്ട് ഞാൻ വക്കീലുമായി ലീഗലായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം എൻ്റെ സ്ഥിതിഗതികളായതുകൊണ്ട് എനിക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഞാൻ ചെയ്യാണ്. 500 രൂപയുടെ കൂപ്പണ് എടുത്തിട്ട് ഞാൻ 15 സെൻറ്റ് സ്ഥലവും ഈ 2950 സ്ക്വയർ ഫീറ്റ് വീടും ഒന്നാമതായിട്ട് ഞാൻ ഒരു സമ്മാനം എന്നുള്ള രൂപത്തിൽ എന്നെ സഹായിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കുറേ കാലം പ്രവാസിയായി അങ്ങനെ കുറേ ഇതായി. പിന്നെ ഇവിടെ വന്ന് കുറേ ബിസിനസ് ചെയ്ത്. അപ്പോൾ നല്ലവരായ ആളുകൾ എല്ലാവരും എന്നെ സഹായിച്ച് തരിക. അപ്പോൾ ഈ വീട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും? വീട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അസുഖം വന്ന് ഈ ഒരു കണ്ണെടുത്ത് ഒഴിവാക്കിയല്ലോ. ഇപ്പോൾ ഈ കണ്ണെടുത്ത് ഒഴിവാക്കണ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 കണ്ണും ഇല്ല, അപ്പോൾ കാഴ്ച പോയി 1.5% കാഴ്ചയുള്ളൂ. അപ്പോൾ എല്ലാവരും മുന്നിൽ കൈ നീട്ടല്ലാതെ കാര്യമില്ല. വീട് കൊടുത്തിട്ട് ഒരു ചെറിയ വീട് ഉണ്ടാക്കി ജീവിക്കണമെന്ന് പൂതിയുള്ളൂ. അത്രയും കടങ്ങളാണുള്ളത്. വലിയൊരു എമൗണ്ട് കടത്തിലാണുള്ളത്. അസുഖത്തിന് തന്നെ സംഖ്യ പൈസ വേറെ ആളുകളിൽ വാങ്ങി കടത്തിലുള്ളത്. ഒന്നും അല്ലാത്തൊരു ബുദ്ധിമുട്ടിലുള്ളത്. കുറേ വീഡിയോകൾ ചെയ്തിരുന്നു. കുറേ ആളുകൾ കൂപ്പെടുത്തിട്ടും കുറേ ആളുകൾ കൂപ്പെടുക്കാൻ പറ്റാത്തവർ ഒരു 100-200 തന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചത്ര ആയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ലീഗലായിട്ടാണ് പേപ്പറൊക്കെ എനിക്ക് ലാസ്റ്റ് ഡിസംബർ 25 ഇതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. വക്കീലുമിലൊക്കെ സംസാരിച്ചിട്ട് ഡിസംബർ 25, 2025 ഡിസംബർ 25 ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 25 നമ്മളിതൊരു നറുക്കെടുപ്പ് എടുത്തിട്ട് ഈ വീടും സ്ഥലവും നമ്മളെല്ലാവർക്കും പൊരുത്തപ്പെട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കടബാധ്യതയും ഹോസ്പിറ്റൽ ചെലവും കൂടി ആയിട്ട് ഞാൻ വിചാരിച്ചൊരു ഫണ്ടൊന്നും വന്നില്ല. ആർക്കും പൈസ അയക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്കാനർ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്ലീസ് നിങ്ങളെല്ലാവരെയും ഇനി എൻ്റെ അമ്മാനും എൻ്റെ കുടുംബത്തിന് നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തി തരും. ഒരു 500 രൂപേൻ്റെ കൂപ്പ് എടുക്കണവർ 500 രൂപേൻ്റെ കൂപ്പ് എടുക്കി. പറ്റാത്തവർ നിങ്ങൾ ഒരു 100-200 തന്നിട്ടെങ്കിലും എന്നെ സഹായിച്ച് തരും. അത്രയും ബുദ്ധിമുട്ടിലാണ് പിന്നെയും നിങ്ങളെ മുന്നിൽ ഞാൻ വരുന്നത്. വിചാരിച്ചൊരു ഫണ്ട് ശരിയാവാത്തതുകൊണ്ട്. എൻ്റെ ഡേറ്റ് ഈ 2025 ഡിസംബർ മാസത്തിലാണുള്ളത്. അപ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഡിസംബർ 25 നറുക്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഡേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഡിസംബർ 25 തന്നെ നറുക്കെടുക്കുന്നതാണ്. എല്ലാവരും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളെ പ്രാർത്ഥനയാണ് എനിക്ക് വലുത്. നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചിട്ട് ഇന്നൊന്ന് ഗേറ്റിലാക്കി തരിക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം 100-200 തന്നിട്ടെങ്കിലും സഹായിച്ച് തരിക. അല്ലെങ്കിൽ ഒരു 500 രൂപേൻ്റെ കൂപ്പെടുത്തിട്ടെങ്കിലും ഇനി കടത്തുനിന്ന് ഈ അസുഖത്തിൻ്റെ ചികിത്സക്കും വേണ്ടിയിട്ട് ഇനി എൻ്റെ അമ്മാനി എൻ്റെ കുട്ടികളെ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തി തരാം പ്ലീസ്. ആർക്കും ഇതുപോലൊരു സ്ഥിതി വരാതിരിക്കട്ടെ ഞാനും എൻ്റെ അമ്മയും കുട്ടികളും പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഒരാളെ മുന്നിൽ വന്ന് കൈ നീട്ടാനുള്ളത് ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് അത് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങളെ മുന്നിലൊക്കെ കൈ കാട്ടി ഞങ്ങളോടൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പ്ലീസ് നിങ്ങളെല്ലാവരും എനിക്കും വേണ്ടി ദുആ ചെയ്യ്. എല്ലാവരും എന്നെ സഹായിക്കുക. എല്ലാവരും എനിക്കും വേണ്ടിയിട്ട് ഒരു 100-200 തന്നിട്ടേ സഹായിക്കുക. അല്ലാത്തവർ ഒരു 500 രൂപേൻ്റെ കൂപ്പെടുത്തിട്ടേ സഹായിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇന്നൊന്ന് വിജയിപ്പിച്ച് തരാം. അസ്സലാമു അലൈക്കും. പ്രധാനമായിട്ടൊരു കാര്യം ആലോചിക്കണം. ഏതൊരു കാലഘട്ടത്തിലും ഒരു മലയാളിയെ സംബന്ധിച്ച് ഒരു
മലയാളിക്ക് എന്ത് കാര്യം വന്നാലും എല്ലാ മലയാളികളും ഒരുമിച്ച് നിന്ന് അവരെ കരകയറ്റുന്ന ഒരു പ്രവണതയുള്ള വ്യക്തികളാണ് മലയാളികൾ. അപ്പോൾ ഒരുപക്ഷെ ഈ മലയാളികൾ എല്ലാവരും കൂടി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചികിത്സയെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ ജീവിതത്തിലോട്ട് തിരികെ കൊണ്ടുവരാൻ പറ്റും. 3 കുട്ടികൾക്ക് ആ കുട്ടികളുടെ അച്ഛനെ തിരിച്ചു കിട്ടും. അവിടെ നിറകണ്ണുകളോടിരിക്കുന്ന ആ ഉമ്മാക്ക് മകനെ കിട്ടും. അതുപോലെ അവരുടെ എല്ലാ ബാധ്യതയും തീർന്ന് ആ കുട്ടികൾക്കൊപ്പം അദ്ദേഹത്തിനോട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. കാരണം അത്രയേറെ വേദനയോടെ, ഹൃദയം പൊട്ടുന്ന വേദനയിലാണ് ഓരോ വ്യക്തികളോടും അദ്ദേഹം കൈനീട്ടുന്നത്. നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം അദ്ദേഹത്തിനായി. ക്യാമറമാൻ അഗ്നിയോടൊപ്പം മലപ്പുറത്ത് നിന്നും സജീവ്, വിസ്മയ ന്യൂസ്.